നമ്മൾക്ക് സം ബേസിക് കൺസെപ്റ്റിൽ സൊല്യൂഷൻ, ഒരു സൊല്യൂഷനിൽ നടക്കുന്ന റിയാക്ഷൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് കോൺസെൻട്രേഷൻ ടേംസിനെ കുറിച്ചാണ്. ആദ്യം സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. സാധാരണ നമ്മൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ സൊല്യൂഷൻസ് ഒരുപാട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ഇയറിൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ സെപ്പറേറ്റ് തന്നെ പഠിക്കുന്നുണ്ട്. ഒരു സൊല്യൂഷൻ സാധാരണ ബൈനറി സൊല്യൂഷൻ ആവാം. ബൈനറി സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കമ്പോണൻ്റ് ഉണ്ടാവും. ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എത്ര കമ്പോണൻ്റ് ആണ്? രണ്ട് കമ്പോണൻ്റ് ആണ്. ഇതിൽ ഒരാള് എക്സസ് എമൗണ്ടിൽ ഉണ്ടാവും. കൂടുതലുള്ള ആൾ ആരോ അതിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് വിളിക്കുന്നത്. എക്സസ് എമൗണ്ടിലുള്ള ആളാണ് ആര്? സോൾവെന്റ്. ആ സോൾവെന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എ എന്ന് കാണിക്കും. കമ്പോണന്റ് എ എന്ന് പറഞ്ഞാൽ സോൾവെന്റായി കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ കമ്പോണന്റ് 1 എന്നുള്ളതും സോൾവെന്റ് ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ഒരു ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ വെള്ളമുണ്ട്, നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ സൊല്യൂഷനാണത്. അതിൽ കൂടുതലുള്ളത് ആരാ? വാട്ടറാണ്. കുറവുള്ളത് ആരാ? ഷുഗറാണ്. അങ്ങനെ കുറവ് എമൗണ്ട് ഉള്ള ആളെ നമ്മൾ വിളിക്കുന്നത് സൊല്യൂട്ട് എന്നാണ്. അപ്പോൾ ലെസർ എമൗണ്ടിൽ വരുന്ന ആള്, അയാളെയാണ് നമ്മൾ സോൾവെന്റ്, സൊല്യൂട്ട് എന്ന് വിളിക്കുക. എക്സസ് എമൗണ്ടിലുള്ളത് സോൾവെന്റും. സൊല്യൂട്ടിനെ നമ്മൾ ചിലപ്പോൾ ബി എന്നോ അല്ലെങ്കിൽ കമ്പോണന്റ് 2 എന്നോ കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സോൾവെന്റും അതേപോലെ തന്നെ സൊല്യൂട്ടും ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? സൊല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ഷുഗർ സൊല്യൂഷൻ, ഈ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോൾവെന്റ് എപ്പോഴും വാട്ടർ എന്നില്ല, അത് വാട്ടർ ആവാം. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഷുഗർ ഉണ്ട്, അതേപോലെ തന്നെ വാട്ടറും ഉണ്ട്. ഇതിൽ എക്സസ് ആയിട്ട് വരുന്നത് ആരാ? വാട്ടറാണ്. ആ വാട്ടറിനെ നമ്മൾ എന്ത് വിളിക്കും? സോൾവെന്റ് എന്ന് വിളിക്കും. ഷുഗറിനെ നമ്മൾ വിളിക്കുന്നത് ആരാണ്? സൊല്യൂട്ടാണ്. അപ്പോൾ ഇതാണ് ഒരു സൊല്യൂഷന്റെ കമ്പോണൻസ് വരുന്നത്. ഈ സൊല്യൂഷനിൽ സൊല്യൂട്ട് എത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ സോൾവെന്റ് എത്രമാത്രം ഉണ്ട് എന്ന് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ടേംസ് ഉണ്ട്. അവയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ടേംസ് എന്ന് വിളിക്കുന്നത്. കോൺസെൻട്രേഷൻ ടേംസിൽ നമുക്ക് ചില സമയങ്ങളിൽ മാസ് പെർസെൻറ്റേജ് വരാം, ചിലപ്പോൾ നമുക്ക് വോള്യം പെർസെൻറ്റേജ് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയതായിട്ട് നമ്മൾ കേൾക്കുന്നത് മോൾ ഫ്രാക്ഷൻ എന്ന് വരാം, അല്ലെങ്കിൽ ppm പാർട്സ് പെർ മില്യൺ, അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായി ക്വസ്റ്റ്യൻ വരുന്ന മൊളാരിറ്റി. അടുത്തത് മൊളാലിറ്റി. ഈ ടേംസ് ഓരോന്നും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്, കോൺസെൻട്രേഷൻ ടേംസ്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം, ഓരോ ആളുകളെയും നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് മാസ് പെർസെൻറ്റേജ് നോക്കാം. മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പോണന്റിന്റെ മാസ് എത്രയാണ് ടോട്ടൽ മാസിൽ ഉള്ളത് എന്നുള്ളതിനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് വിളിക്കുന്നത്. സാധാരണ നമ്മൾ എങ്ങനെയാണോ പെർസെൻറ്റേജ് കാണുന്നത് അതേ രീതിയിൽ തന്നെ
അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഇറ്റ് ഈസ് ദ മാസ് ഓഫ് എ കമ്പോണന്റ് per 100 gram of the solution. ഹൺഡ്രഡ് ഗ്രാം സൊല്യൂഷൻ നിങ്ങൾ എടുക്കുക. ഇപ്പോൾ നമുക്ക് എങ്ങനെ പറയാമെന്നറിയോ? ഒരു സൊല്യൂഷൻ ഇതാ, ഒരു സൊല്യൂഷൻ നമ്മൾ ടോട്ടൽ എടുത്ത സമയത്ത് ഈ സൊല്യൂഷൻ 100 ഗ്രാം ഉണ്ട് എന്ന് കരുതുക. സൊല്യൂഷൻ 100 ഗ്രാം ആണെന്ന് പറഞ്ഞാൽ അതിലെല്ലാ ആളുകളും വന്നു. ഇതിലൊരു 33 ഗ്രാം ആണ് നമ്മൾ നോക്കുന്ന ഒരു കമ്പോണന്റ് ഉള്ളതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് പറയുക? ഇപ്പോൾ 100 ഗ്രാമിൽ 33 ഗ്രാം ഉണ്ട്. 100 ഗ്രാമിൽ ആ കമ്പോണന്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് പെർസെൻറ്റേജ്, മാസ് പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ പെർസെൻറ്റേജ് കാണാൻ നമ്മുടെ കമ്പോണന്റ് എത്രയാണുള്ളത്? 33 ഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്രയാണ്? 100 ഗ്രാം ആണ്. ഇൻറ്റു 100 കൊടുത്താൽ പെർസെൻറ്റേജ് ആവും. ഇൻറ്റു 100 കൊടുക്കണം, അപ്പോഴാണ് പെർസെൻറ്റേജ് വരിക. ഈക്വൽ ടു നമുക്ക് പറയാം 33%. അല്ലെങ്കിൽ മാസ് പെർസെൻറ്റേജിനെ ഇങ്ങനെ എഴുതാം നമുക്ക്. മാസ് പെർസെൻറ്റേജ് ഈക്വൽ ടു എ എന്ന ഒരു കമ്പോണന്റിന്റെ മാസ് പെർസെൻറ്റേജ് ആണെങ്കിൽ എയും ഉണ്ട് ബിയും ഉണ്ട് എന്ന് കരുതുക സൊല്യൂഷനിൽ. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ആരൊക്കെ ടോട്ടൽ അവിടെ ഉള്ളത്? മാസ് ഓഫ് എ പ്ലസ് മാസ് ഓഫ് ബി ഇൻറ്റു 100. ഇതാണ് മാസ് പെർസെൻറ്റേജ് ഓഫ് എ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാസ് പെർസെൻറ്റേജ് കാണുന്നത് ഇതാ ഇങ്ങനെയാണ്. മാസ് ഓഫ് എ ഗിവൺ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. ഇങ്ങനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് കാണുക. മാസ് ഓഫ് എ ഗിവൺ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100, മാസ് പെർസെൻറ്റേജ്. രണ്ടാമത്തത് കോൺസെൻട്രേഷൻ ടേം നമ്മൾക്ക് എന്താ വന്നിരുന്നത്? വോള്യം പെർസെൻറ്റേജ് ആണ്. അപ്പോൾ വോള്യം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാം, മാസിന് പകരം എന്താക്കിയാൽ മതി? വോള്യം ആക്കിയാൽ മതി. അപ്പോൾ വോള്യം പെർസെൻറ്റേജ് ആണെങ്കിൽ നോക്കൂ, വോള്യം ഓഫ് എ കമ്പോണന്റ് ഇൻ 100 parts ഓഫ് വോള്യം ഓഫ് എ സൊല്യൂഷൻ. ടോട്ടൽ സൊല്യൂഷന്റെ വോള്യത്തിന് നമ്മൾ 100 parts ആക്കി മാറ്റിയാൽ അതിൽ എത്ര പാർട്സ് വോള്യമാണ് നമ്മൾ കാണുന്ന പെർസെൻറ്റേജ് വോള്യം കാണുന്ന കമ്പോണന്റിൻ്റെ ഉള്ളത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വോള്യം പെർസെൻറ്റേജ്. നമ്മൾ വോള്യം പെർസെൻറ്റേജ് കാണുമ്പോൾ മാസ് പെർസെൻറ്റേജ് കണ്ട അതേപോലെ തന്നെ വോള്യം പെർസെൻറ്റേജ് ഓഫ് എ ഈക്വൽ ടു മാസിന് പകരം വോള്യം ആക്കിയാൽ മതി. വോള്യം ഓഫ് എ ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് എ പ്ലസ് വോള്യം ഓഫ് ബി ഇൻറ്റു 100 കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഗിവൺ കമ്പോണന്റിന്റെ വോള്യം ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പോൾ ആ സൊല്യൂഷനിൽ രണ്ടാളുകൾ എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ എയും ബിയും എന്ന് എഴുതിയത്. അപ്പോൾ നമ്മൾക്ക് വോള്യം പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണന്റ് എന്നുള്ളതിന് എങ്ങനെ എഴുതാം? വോള്യം പെർസെൻറ്റേജ് ഈക്വൽ ടു വോള്യം ഓഫ് ദ ഗിവൺ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യം ഇൻറ്റു 100. ഇതിനെയാണ് നമ്മൾ വോള്യം പെർസെൻറ്റേജ് എന്ന് വിളിക്കുന്നത്. ഈ വോള്യം പെർസെൻറ്റേജ് മാസ് പെർസെൻറ്റേജ് അതൊരു സൊല്യൂഷൻ്റെ മാത്രമല്ല, ഏതൊരു കേസിലാണെങ്കിൽ പോലും നമ്മൾ വോള്യം പെർസെൻറ്റേജ് ഇങ്ങനെയാണ് കാണുക. അത് മാസ് പെർസെൻറ്റേജ് ആണെങ്കിൽ വോള്യത്തിന് പകരം എന്താവും?
മാസ്സാവും. അത്രേ വ്യത്യാസമുള്ളൂ. നമ്മൾ ഈ വോള്യം പറയുന്ന സമയത്ത് ഈ ഓരോ കാര്യങ്ങൾ ആവശ്യം വരും. നമുക്ക് വോള്യം തരുന്നത് ലിറ്ററിലായിരിക്കും, അല്ലെങ്കിൽ വോള്യം തരുന്നത് മില്ലി ലിറ്ററിലായിരിക്കും. അപ്പോൾ വോള്യം ലിറ്ററിലാവാം, അല്ലെങ്കിൽ ഏതിലാവാം? മില്ലി ലിറ്ററിലാവാം. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്കറിയാം. 1 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/1000 ലിറ്റർ ആണ്. ആ ഒരു കാര്യം ഓർത്ത് വെക്കണം ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് തരുന്നതെന്ന് കരുതുക. 10% ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ടാവും. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആണ്. മാസുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് ആ പെർസെൻറ്റേജ് തന്നത്. 10% ഓഫ് NaCl aqueous സൊല്യൂഷൻ. അറിയാം aqueous സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? aqueous സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സോൾവെന്റ് ആരായിരിക്കും? വാട്ടറാണ്. സോൾവെന്റ് വാട്ടർ ആണെങ്കിൽ ആ സൊല്യൂഷനെ ചിലപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? aqueous സൊല്യൂഷൻ എന്ന്. അപ്പോൾ അവിടെ സൊല്യൂട്ട് ആരാ? സൊല്യൂട്ട് വരുന്നത് NaCl ആണ്. നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാസ് പെർസെൻറ്റേജ് ആണ് 10% എന്ന് തന്നാൽ പല രീതിയിൽ മനസ്സിലാക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഇങ്ങനെ പറയാം. ഞാൻ 100 ഗ്രാം സൊല്യൂഷൻ എടുത്തു. ടോട്ടലാണത്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്. ആ ടോട്ടൽ സൊല്യൂഷൻ എത്രയാ? 100 ഗ്രാം ആണെങ്കിൽ ഇതിൽ 10 ഗ്രാം NaCl ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയാണ്? 90 ഗ്രാം ഉണ്ട്. ഈ 90 ഗ്രാം ആരായിരിക്കും? വാട്ടർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഇവിടെ എങ്ങനെയാണ് നമ്മൾ NaClന്റെ പെർസെൻറ്റേജ് കാണുന്നത്? NaClന്റെ പെർസെൻറ്റേജ് മാസ് 10 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 100 ആണ്, ഇൻറ്റു 100 ഈക്വൽ ടു 10%. അപ്പോൾ എങ്ങനെയാ വാട്ടറിൻ്റെ പെർസെൻറ്റേജ് വരിക? 90 ആണ് വാട്ടറിൻ്റെ മാസ്, ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ഈക്വൽ ടു 90% ആണ്. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. ഇതിനേക്കാൾ നമുക്ക് ആവശ്യം 10% NaCl aqueous സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 10 ഗ്രാം NaCl ഉണ്ടെങ്കിൽ 100 ഗ്രാം ആയിരിക്കും സൊല്യൂഷൻ എന്നും അതിൽ 90 ഗ്രാം വാട്ടർ ആണെന്നും തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ നമ്മൾക്ക് വേറൊരു രീതിയിൽ പറയാം. ഒരു 33% ഷുഗർ സൊല്യൂഷൻ aqueous സൊല്യൂഷൻ ആണെന്ന് കരുതുക. അപ്പോൾ അവിടെ aqueous സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ആരാ? സോൾവെന്റ് വാട്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സൊല്യൂഷൻ എത്ര എടുക്കും? നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന നേരത്ത് 100 ഗ്രാം ആണ് സൊല്യൂഷൻ ഉള്ളത്. അതിൽ 33 ഗ്രാം ആരാ? അത് ഷുഗർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ടർ എത്ര വരും? വാട്ടർ വരുന്നത് 67 ഗ്രാം ആരായിരിക്കും? വാട്ടർ ആയിരിക്കും. ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുന്നതും. ഒരു ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് തന്നാൽ നമ്മൾ അതിനെ കീറി മുറിച്ച് പ്രോബ്ലം ചെയ്യേണ്ടതും ഈ രീതിയിലാണ്. ഇതേ രീതിയിൽ വോള്യം പെർസെൻറ്റേജ് തന്നാൽ നോക്കൂ, 10% ഇങ്ങനെ തന്നു, വോള്യം ബൈ വോള്യം, ചിലപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ടാവും. 10% NaCl aqueous സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നോക്കൂ, 100 മില്ലി ലിറ്റർ സൊല്യൂഷൻ എടുക്കുക. സൊല്യൂഷൻ എത്രയാ? 100 മില്ലി ലിറ്റർ. 100 ഉപയോഗിക്കാൻ കാരണം പെർസെൻറ്റേജ് നമ്മൾ ഇൻറ്റു 100ലാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തരംതിരിക്കാൻ സുഖമാണ്. അല്ലാതെ 200ൽ പറയാമോ? പറയാം. അപ്പോൾ നമ്മൾക്ക് ആ കാൽക്കുലേഷൻസ് കുറച്ചൊന്ന് ചിന്തിക്കേണ്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 100 മില്ലി ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. അതിൽ 10 മില്ലി ലിറ്റർ ആരായിരിക്കും? NaCl ആയിരിക്കും. ഇവിടെ aqueous സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാ? സോൾവെന്റ് വാട്ടർ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ
വാട്ടറിൻ്റെ വോള്യം എത്രയായിരിക്കും? 90 മില്ലി ലിറ്റർ ആയിരിക്കും. 90 മില്ലി ലിറ്റർ വാട്ടർ ഉണ്ടാവും. ഇനി ഒരാൾ ഇത് മില്ലി ലിറ്ററിൽ പറയാതെ പറഞ്ഞാൽ തെറ്റുണ്ടോ? ഇല്ല. ഇത് വേണമെങ്കിൽ 100 ലിറ്റർ സൊല്യൂഷൻ എന്ന് പറയാൻ കുഴപ്പമില്ല. 100 ലിറ്റർ സൊല്യൂഷൻ എടുത്താൽ 10 ലിറ്റർ NaCl-ഉം 90 ലിറ്റർ ആരായിരിക്കും? വാട്ടറും ആയിരിക്കും. അതല്ല ഒരാൾ പറയാണ് 1000 എടുക്കണമെന്ന്, അതും കുഴപ്പമില്ല. 1000 ലിറ്റർ ആണ് സൊല്യൂഷൻ എന്ന് ഒരാൾ അസ്യൂം ചെയ്താൽ അപ്പൊ 1000 ലിറ്ററിനനുസരിച്ച് വരും. അപ്പൊ 100 ലിറ്റർ ആരുണ്ടാവും? NaCl ഉണ്ടാവും. അല്ലെങ്കിൽ 900 ലിറ്റർ വാട്ടർ ഉണ്ടാവും. ഇങ്ങനെ മനസ്സിലാക്കണം. ഇതാണ് പെർസെൻറ്റേജിൻ്റെ. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ 100ലേക്കാണ് കൊണ്ടുവരിക. ഇതാണ് മാസ് പെർസെൻറ്റേജും അതേപോലെ തന്നെ വോള്യം പെർസെൻറ്റേജും വരുന്നത്. ഇനി നമുക്ക് അറിയാനുള്ളത് മോൾ ഫ്രാക്ഷൻ ആണ്. ആരാണ് മോൾ ഫ്രാക്ഷൻ എന്ന് നോക്കാം. നമ്മളിവിടെ സാധാരണ ഇപ്പോൾ ചെയ്തതൊക്കെ നോക്കിയാൽ 2 കമ്പോണൻസിനെ വെച്ചിട്ടാണ്. നമ്മുടെ സൊല്യൂഷനിൽ അല്ലെങ്കിൽ നമ്മളൊരു മിക്സ്ചർ എടുക്കുമ്പോൾ ആ മിക്സ്ചറിൽ 2 ആളുകളെ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ചെയ്തു. 3 ആളാവാം, അപ്പോഴും ഇങ്ങനെ തന്നെ. ഇപ്പോൾ മാസ് പെർസെൻറ്റേജ് പറയുമ്പോൾ ABC ഉണ്ടെങ്കിൽ എയുടെ പെർസെൻറ്റേജ് പറയുമ്പോൾ മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എ പ്ലസ് മാസ് ഓഫ് ബി പ്ലസ് മാസ് ഓഫ് സി ഇൻറ്റു 100 ഈ രീതിയിൽ വരും. അപ്പോൾ നമ്മൾ പറയുന്നത് 2 ആളുകളെ വെച്ചിട്ടാണ്. 3 ആവാം, 4 ആവാം, എത്രയും ആവാം. എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണുന്നതെന്ന് നോക്കാം. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. നമ്പർ ഓഫ് മോൾസ് കാണാൻ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾക്കറിയാം. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്താൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 2 ആളുകളാണ് ഉള്ളത് എന്ന് കരുതുക. എയുമുണ്ട് ബിയുമുണ്ട് ഒരു സൊല്യൂഷനിൽ. അങ്ങനെയാണെങ്കിൽ ഈ എയുടെ നമ്പർ ഓഫ് മോൾസിനെ ഞാൻ NA എന്നും ബിയുടെ നമ്പർ ഓഫ് മോൾസിനെ NB എന്നും വിളിച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസിൽ എത്രയാണ് എയുടെ നമ്പർ ഓഫ് മോൾസ്? ഇതിനെയാണ് എയുടെ മോൾ ഫ്രാക്ഷൻ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ എയുടെ മോൾ ഫ്രാക്ഷനെ ഞാൻ കാണിക്കുന്ന സിമ്പൽ കൈ എ. നോക്കൂ, നിങ്ങൾ കേൾക്കുന്ന ഒരു പുതിയ സിമ്പലാണ് ഇത്. എക്സ് മോഡലാണ് എഴുതുക, പക്ഷെ അത് എക്സ് അല്ല. ആരാണ്? കൈ എ എന്നാണ് വായിക്കുക കേട്ടോ. കൈ എ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോൾ ഫ്രാക്ഷൻ ഓഫ് എ. മോൾ ഫ്രാക്ഷൻ ഓഫ് എ കാണാൻ ഇങ്ങനെ എത്രയാണോ നമ്പർ ഓഫ് മോൾസ് എ ഉള്ളത് അതിന് ഞാൻ NA എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് NA പ്ലസ് NB. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൈ എ അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ വിളിക്കുക. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി പറഞ്ഞു നോക്കിയാൽ കൈ ബി. ആരാ കൈ ബി? എന്താ വായിക്കുക? കൈ ബി. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഈക്വൽ ടു ആരായിരിക്കും? NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. ഇങ്ങനെയാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ കാണുക. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാണ്. കൈ എ പ്ലസ് കൈ ബി ചെയ്യുകയാണെങ്കിൽ നോക്കൂ, കൈ എ പ്ലസ് കൈ ബി എഴുതുമ്പോൾ NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB പ്ലസ് കൈ ബി ആരാ? NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. ഇങ്ങനെയാണ് വരിക. ഈക്വൽ ടു ആരാ? ഇവിടെ താഴെ സെയിം ആണല്ലോ. അപ്പോൾ NA പ്ലസ് NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB ഈക്വൽ ടു ആരാ? 1 ആണ്. അപ്പോൾ കൈ എ പ്ലസ് കൈ ബി എത്രയായിരിക്കും? 1 ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ ബി അറിയാമെങ്കിൽ കൈ എ ഈക്വൽ ടു എന്ത് എഴുതാം? 1 മൈനസ് കൈ ബി എന്ന് എഴുതാം. അല്ലെങ്കിൽ കൈ എ അറിയാമെങ്കിൽ കൈ ബി ഈക്വൽ ടു എന്ത് എഴുതാം? 1 മൈനസ് കൈ എ. ഇതാണ് മോൾ ഫ്രാക്ഷൻ കാണാനുള്ള വഴികൾ. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? മാസ് പെർസെൻറ്റേജ്,
mass of a given component divided by total mass into 100. Volume percentage of volume of a component divided by total volume into 100. എങ്ങനെയാ മോൾ ഫ്രാക്ഷൻ കാണുക? കൈ എ ഈക്വൽ ടു എൻ എ ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. എങ്ങനെയാ കൈ ബി കാണുക? എൻ ബി ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. കൈ എ പ്ലസ് കൈ ബി എത്രയാ? 1. കൈ എ ഈക്വൽ ടു 1 മൈനസ് കൈ ബി എഴുതാം. കൈ ബി ഈക്വൽ ടു 1 മൈനസ് കൈ എ എന്നും എഴുതാം. നോക്കൂ, അടുത്തതാണ് പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യണ് നമ്മൾ പറയുന്നത് ചുരുക്കിയിട്ട് പി പി എം എന്നും വിളിക്കും. എന്താണ് പി പി എം എന്ന് നോക്കാം. എപ്പോഴാണ് പി പി എം ഉപയോഗിക്കാന്നറിയോ? ഒരു കമ്പോണന്റ് ഒരു സൊല്യൂഷനിൽ എത്രമാത്രം ഉണ്ട് എന്നറിയാനാണ് നമ്മൾ ഈ കോൺസെൻട്രേഷൻ ടേംസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ആ സൊല്യൂട്ടിന്റെ അളവ് വളരെ ചെറുതാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുക? പാർട്സ് പെർ മില്യൺ. ഈ മില്യൺ എന്ന് പറയുന്നത് 10⁻⁶ ആണ്. 10⁻⁶ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു 1 ppm പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനെ നമ്മൾ മുറിച്ചിട്ട് 10⁻⁶ പാർട്സ് ആക്കി മാറ്റുക. ഒരു സൊല്യൂഷനെ നമ്മൾ മുറിച്ചിട്ട് ഓരോ ബോക്സുകളാക്കി മാറ്റിക്കോളൂ. അങ്ങനത്തെ എത്ര പാർട്സ് ആക്കി? 10⁻⁶ പാർട്സ് ആക്കിയാൽ എത്രങ്ങാനും പാർട്സ് ആയപ്പോൾ 1,000,000 പാർട്സ് ആക്കി. അതിലെ ഒരു പാർട്ടായിരിക്കും നമ്മുടെ സൊല്യൂട്ട് വരുന്നത്. ഒരു പാർട്ടേ നമ്മുടെ സൊല്യൂട്ട് ആവാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്പോണന്റ് അത്രയേ ഉള്ളൂ. അതാണ് 1 ppm എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ പേഴ്സൻറ്റേജ് നോക്കിയ മാസ് പേഴ്സൻറ്റേജ് പറയുമ്പോൾ അതും ഇതേപോലെ തന്നെയാണ്. നമ്മൾ ആ സൊല്യൂഷനെ 100 പാർട്സ് ആക്കി മാറ്റിയാൽ 1 ആണ് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100 ആക്കിയതിലെ 1 പാർട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്പോണന്റ് ആണ്. എന്നാൽ ഒരു പി പി എം എന്ന് പറയുമ്പോൾ 1,000,000 പാർട്സ് ആക്കി അതിലൊന്നേ നമ്മുടെ കമ്പോണന്റ് വരുന്നുള്ളൂ. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ വളരെ ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ കാണുന്നത് നോക്കാം. ആദ്യം മാസ് പേഴ്സൻറ്റേജ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഞങ്ങൾ. മാസ് പേഴ്സൻറ്റേജ് നമ്മൾ കണ്ടത് മാസ് ഓഫ് എ അല്ലെങ്കിൽ ആ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 കൊടുത്ത്. കാരണം 100 പാർട്സ് ആക്കിയപ്പോഴാണ് നമ്മൾ അതിൽ എത്ര പാർട്ടാണ് എ എന്ന് പറഞ്ഞത്. ഈ 100ന് പകരം 10⁻⁶ ആക്കിയാൽ മതി. അപ്പോൾ പി പി എം കിട്ടും. 100 പാർട്സിൽ എത്ര ഉണ്ട് എന്ന് പറയുമ്പോൾ പേഴ്സൻറ്റേജ് ആണെങ്കിൽ 10⁻⁶ പാർട്സിൽ എത്ര ഉണ്ട് എന്ന് പറയുന്നത് പാർട്സ് പെർ മില്യൺ ആവും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ കാണുക? പി പി എം ഓഫ് എ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ എത്ര പാർട്സ്, അത് മാസ് ആവാം, വോള്യം ആവാം, എന്തിലും ആവാം, ഏത് തരത്തിലാണോ നമ്മൾ പാർട്സ് ആക്കുന്നത്. അപ്പം ഞാൻ ആ പാർട്സ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് എ, ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ്. എത്രയാണോ നമ്മൾ ടോട്ടൽ പാർട്സ് ഉള്ളത് അതിൽ എത്ര പാർട്സ് ആണ് എ ഉള്ളത് ഇൻറ്റു 10⁻⁶ കൊടുത്താൽ പാർട്സ് പെർ മില്യൺ കിട്ടും. അത് വേണമെങ്കിൽ മാസിലാവാം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ തന്നു, ടോട്ടൽ മാസ് തന്നിട്ട് പറയാൻ വേണമെങ്കിൽ മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു എന്ത് കൊടുക്കാം? 10⁻⁶. അപ്പൊ നമ്മൾ പാർട്സ് ആക്കിയത് മാസിന്റെ ബേസിലാണ്, അല്ലെങ്കിൽ വോള്യത്തിന്റെ ബേസിലാവാം. വോള്യം ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യം ഇൻറ്റു 10⁻⁶. അപ്പോൾ പേഴ്സൻറ്റേജ് കാണുന്ന അവിടെ ഇൻറ്റു 100 കൊടുത്തില്ലേ നമ്മൾ, അതിന് പകരം എന്ത് കൊടുക്കണം? 10⁻⁶. ഇപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ പറയുമ്പോൾ
വാട്ടറിൽ പല ആളുകളും ഉണ്ടാവാം, നമുക്ക് ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുണ്ടാവാം. ഈ വാട്ടറിൻ്റെ ഇമ്പ്യൂരിറ്റീസ് വരുന്നത് വളരെ ചെറിയ എമൗണ്ടിലായിരിക്കും. ഇപ്പോൾ അയേണിൻ്റെ കണ്ടൻറ്റ്, അതേപോലെ തന്നെ ഫ്ലൂറിൻ്റെ കണ്ടൻറ്റ്. നമ്മൾ സാധാരണ രീതിയിൽ നിങ്ങൾ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ പരസ്യത്തിലൊക്കെ കാണുമ്പോൾ കാണാറുണ്ടാവും, നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ. ഈ ഒരു നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ പല്ലിന് വേണ്ട ഓരോ ഫ്ലൂറിൻ്റെ അളവ്, ക്ലോറിൻ്റെ, അതൊക്കെ വളരെ ചെറിയ എമൗണ്ടിലാണ് വേണ്ടത്. അതൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഏതിലായിരിക്കും? ppmലായിരിക്കും. വാട്ടറിൽ അയൺ കണ്ടന്റ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ്, ഇതിൻ്റെ ഒക്കെ കോൺസെൻട്രേഷൻ പറയുന്നതും നമ്മൾ എന്തിലായിരിക്കും? പാർട്സ് പെർ മില്യണിലായിരിക്കും. അപ്പോൾ ഇതാണ് ppm കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതൊക്കെ നമ്മൾ പഠിച്ചാലും മുമ്പത്തെ വർഷങ്ങളിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് പലപ്പോഴും മൊളാലിറ്റി ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ആദ്യത്തെ മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ് അത് സാധാരണ രീതിയിൽ ചോദിക്കില്ല. മോൾ ഫ്രാക്ഷൻ, അതേപോലെ പാർട്സ് പെർ മില്യൺ, അതേപോലെ തന്നെ മൊളാലിറ്റി ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. അപ്പോൾ അതിലെ മൊളാരിറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. മൊളാരിറ്റി നോക്കൂ, അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് മൊളാലിറ്റി ആണ്. ഇപ്പൊ പറഞ്ഞത് മൊളാരിറ്റി. ഇതിൻ്റെ സിമ്പൽ നമ്മൾ ക്യാപിറ്റൽ M ആണ് കൊടുക്കുക. 1 മോളാർ സൊല്യൂഷൻ, 2 മോളാർ സൊല്യൂഷൻ എന്നൊക്കെ പറയും നമ്മൾ. എന്താണ് മൊളാരിറ്റി എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ആരാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. അത് തെറ്റാൻ പാടില്ല, കാരണം അടുത്ത ഡെഫിനിഷൻ വരുമ്പോൾ ചെറിയൊരു മാറ്റം വരും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഞാൻ എടുത്തത് ആരതാ? സൊല്യൂട്ടിൻ്റെതാണ്. എവിടെ? ഇനി ഇവിടെ നോക്കിയ നമ്പർ ഓഫ് മോൾസ് അല്ല, ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? ആരത്? സൊല്യൂട്ടിൻ്റെത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൊളാരിറ്റി. അതിൻ്റെ സിമ്പിൾ വരുന്നത് ക്യാപിറ്റൽ M ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ, ഇതാണ് മൊളാരിറ്റി വരിക. നോക്കൂ, ആ മൊളാരിറ്റിയുടെ സിമ്പിൾ ഞാൻ പറഞ്ഞത് ഏതാ? ക്യാപിറ്റൽ M ആണ്. അപ്പം ഞാൻ അതിനെ ഒരു ഇക്വേഷൻ ആക്കിയിട്ട് എഴുതുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ എയും ബിയും ഒന്ന് ഞാൻ എഴുതുക. ഒരു സൊല്യൂഷനിലെ എ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സോൾവെന്റും ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൊല്യൂട്ടുമാണെങ്കിൽ, എ ആരാ? സോൾവെന്റ് ആണ്. ബി ആരാ? സൊല്യൂട്ട് ആണെങ്കിൽ മൊളാരിറ്റി നമ്മൾ പറയുമ്പോൾ ക്യാപിറ്റൽ M ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണോ സോൾവെന്റ് ആണോ? സൊല്യൂട്ട് ആണ്. സൊല്യൂട്ടിന് നമ്മൾ ബി ആണോ എ ആണോ കാണിക്കുന്നത്? ബി. അപ്പൊ ഞാൻ എഴുതി NB ഡിവൈഡഡ് ബൈ വോള്യം ആണ്. വോള്യത്തിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്നാ കാണേണ്ടത്. അത് നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോൾ വോള്യം ഇൻ ലിറ്റർ ആണ്. ലിറ്ററിലാ പറയേണ്ടത്. 1 ലിറ്ററിൽ എത്ര മോൾസ് ഉണ്ട്? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യം ഇൻ ലിറ്റർ ഓഫ് ആരുടെ? സൊല്യൂഷൻ്റെ. ഇതാണ് മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ. പക്ഷേ നമുക്ക് ഇത് തരുന്ന ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ലിറ്ററിലാവില്ല. ഏതിലാവും? മില്ലി ലിറ്ററിലാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/1000 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നത് മില്ലി ലിറ്ററിലാണെങ്കിൽ വോള്യം ഇൻ മില്ലി ലിറ്റർ താഴെ നമ്മൾ കൊടുക്കുന്നു. ആരുടെ? സൊല്യൂഷൻ. ഇൻറ്റു ബൈ ഇവിടെ ഒരു 1000 വരും, അത് മുകളിലോട്ട് വരും, ഇൻറ്റു 1000. അപ്പൊ നമുക്ക് ലിറ്ററിലാണ് തന്നതെങ്കിൽ NB ഡിവൈഡഡ് ബൈ V ഇൻ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ്. അതല്ല മില്ലി ലിറ്ററിലാണെങ്കിൽ NB ഡിവൈഡഡ് ബൈ V ഇൻ മില്ലി ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഇൻറ്റു മുകളിൽ 1000. താഴെ ആയിരുന്നു ബൈ 1000, അത് മുകളിലെത്തിയതാണ്. ഇനി
എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കാണാൻ നമുക്കറിയാം. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണുക? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇതാണ് NB. അരെ WB ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്, അരെ MB മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇനി ഇവിടെ നമുക്ക് മില്ലി ലിറ്ററിലാണെങ്കിൽ ഒരു 1000 ഇവിടെ അല്ലേ ഉണ്ട്. പിന്നെ വോള്യം ഇൻ മില്ലി ലിറ്ററിൽ ഉണ്ടല്ലോ ആരുടെ? സൊല്യൂഷൻ്റെ. ഇതാണ് മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഇതായിരിക്കും സ്വാഭാവികമായിട്ട് വരുന്നത്. പക്ഷെ മുകളിലത്തെ ഇക്വേഷൻ ഒക്കെ അറിയണം. അപ്പോൾ ആ എഴുതിയത് ഓരോന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതി പോകാവുന്നേ ഉള്ളൂ. മൊളാരിറ്റി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യം ഇൻ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അത് മറക്കരുത്. അതിനെ നമ്മൾ മില്ലി ലിറ്ററിൽ മാറ്റുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യം ഇൻ മില്ലി ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അങ്ങനെ മില്ലി ലിറ്റർ ആണെങ്കിൽ മുകളിൽ ആര് വന്നു? 1000. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ ആ NB മാറ്റി. എങ്ങനെയാ NB മാറ്റിയത്? WB ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് B ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോള്യം ഇൻ മില്ലി ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഇതാണ് മൊളാരിറ്റിൻ്റെ ഇക്വേഷൻ. ആരായിരുന്നു WB? WB എന്ന് പറയുന്നത് ഗിവൺ മാസ് ആണ് അല്ലേ? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. ആരെ MB വന്നത്? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ് വന്നത്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണുക? മൊളാരിറ്റി കാണുക. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ ഇതാ ഇങ്ങനെ തരികയാണെന്ന് കരുതുക. ഇപ്പോൾ ഒരു 2 മോളാർ സൊല്യൂഷൻ. ഇത് ഇങ്ങനെ ആയിരിക്കും. 2 ക്യാപിറ്റൽ M ഇങ്ങനെ എഴുതുക. 2 മോളാർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സൊല്യൂട്ട് 2 മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട്. 2 മോൾസ് ഓഫ് സൊല്യൂട്ട് എവിടെ? ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. ഇതാണ് അർത്ഥം. 0.1 മോളാർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തായിരിക്കും? 0.1 മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. ഇതാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇതാണ് മൊളാരിറ്റിയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസും കാര്യങ്ങളും വരുന്നത്. ഒരാൾ കൂടെ ഉണ്ടല്ലോ നമുക്ക്, മൊളാലിറ്റി. ഇനി നമ്മൾ അവസാനത്തെ ഒരു കോൺസെൻട്രേഷൻ ടേം പറയാൻ പോണത് ആരാ? മൊളാലിറ്റി. നേരത്തെ നമ്മൾ 6 ആയിരുന്നു, ഇപ്പൊ എല്ലാം. മൊളാലിറ്റിയുടെ സിമ്പൽ വരുന്നത് സ്മോൾ m ആണ്. മൊളാരിറ്റിൻ്റെതോ ക്യാപിറ്റൽ M ആയിരുന്നു. ഇത് നമ്മൾക്ക് നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സുഖമാണ്. ഇവിടെയും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നെയാണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ, ശ്രദ്ധിക്കണം, അടുത്തതാണ് മാറ്റം വരുന്നത്. പ്രസന്റ് ഇൻ 1 കിലോഗ്രാം. 1 ലിറ്റർ എന്നുള്ളത് മാറി. ആരായി? 1 കിലോഗ്രാം ആയി. 1 കിലോഗ്രാം ഓഫ്, നേരത്തെ 1 ലിറ്റർ ഓഫ് ആരായിരുന്നു? സൊല്യൂഷൻ. അത് മാറിയിട്ട് സോൾവെന്റ്. അപ്പം ആ വ്യത്യാസം മനസ്സിലാക്കണം. രണ്ടിലും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നോക്കുന്നു. നേരത്തെ 1 ലിറ്റർ സൊല്യൂഷനിലായിരുന്നെങ്കിൽ ഇപ്പൊ നോക്കുന്നത് 1 കിലോഗ്രാം ഓഫ് സോൾവെന്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് മൊളാലിറ്റി വരിക. ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ നോക്കാം. മൊളാലിറ്റിയുടെ സിമ്പിൾ സ്മോൾ m ആണ്. സ്മോൾ m ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന് ഞാൻ NB എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ എത്രയാ? മാസ് ഓഫ് സോൾവെന്റ് ആണ്. അതിന് ഞാൻ W എന്ന് കൊടുത്തു. അത് ഏതിലാവണം? ഇൻ കിലോഗ്രാം ഓഫ് ആരതാ? സോൾവെന്റ്. അത് മാറിപ്പോവരുത്. അപ്പൊ നേരത്തെ NB ഡിവൈഡഡ് ബൈ V ഇൻ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ ഇവിടെ NB ഡിവൈഡഡ് ബൈ W ഇൻ കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ്. നേരത്തെ നമുക്ക് മില്ലി ലിറ്ററിൽ തന്ന പോലെ ഗ്രാമിലാണ് തന്നതെങ്കിൽ
1 gram ഈക്വൽ ടു 1/1000 കിലോഗ്രാം ആണ്. 1000 ഗ്രാം ചേരുമ്പോഴേ 1 കിലോ ആവുന്നുള്ളൂ. അപ്പോൾ 1 ഗ്രാമിന് നമുക്ക് 1/1000 കിലോഗ്രാം എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ മാസ് നമുക്കെങ്ങാനും ഗ്രാമിലാണ് തന്നത് എങ്കിൽ, പക്ഷെ നമ്മൾ ഡിഫൈൻ ചെയ്തതോ കിലോഗ്രാമിലാണ്. അപ്പോൾ നമ്മൾ ഇതിന് എഴുതുക NB ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ്. ഏതിലാണെങ്കിൽ ഗ്രാമിലാണെങ്കിൽ അത് ഡിവൈഡഡ് ബൈ 1000 ഉണ്ടാവും. അതെങ്ങോട്ട് വരും? മുകളിലോട്ട് വരും. അപ്പൊ ഇതാണ് നമുക്ക് മൊളാലിറ്റിയുടെ ഇക്വേഷൻ വരിക. ഇതിനെ തന്നെ നമുക്ക് NB, ആ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ മാറ്റാലോ. അതെങ്ങനെയാ? ഗിവൺ മാസ് ഓഫ്. അപ്പൊ ഈ മാസ് വ്യത്യാസം മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അത് WA എന്ന് കൊടുക്കുകയാണെന്ന് കരുതുക. ആരെ WA? മാസ് ഓഫ് സോൾവെന്റ്. സോൾവെന്റിനെ നമ്മൾ കാണിക്കുന്നതാണ് A. അപ്പൊ WB ആണ് മാസ് ഓഫ് സൊല്യൂട്ട് എങ്കിൽ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് വേണം, ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം വേണം. ഇതാണ് മൊളാലിറ്റിയുടെ ഇക്വേഷൻ വരിക. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസും മാറാതെ ക്വസ്റ്റ്യൻ ഏതാണ് ചോദിച്ചത് എന്നുള്ളതിനനുസരിച്ച് വേണം നമ്മൾ ആൻസർ എഴുതാൻ. അപ്പോൾ ഓരോ ഇക്വേഷൻസും നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മൊളാലിറ്റി കിട്ടി, അതേപോലെ തന്നെ മൊളാരിറ്റിയും കിട്ടി. നോക്കൂ, ഈ കോൺസെൻട്രേഷൻ ടേംസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നോക്കാം. ഈ ഇക്വേഷൻസ് മറക്കല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കൂ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. A solution is prepared by adding 2 gram of substance A to 18 gram of water. Calculate the mass percentage of the solute. ഒന്ന് നോക്കിയാൽ ഈ ക്വസ്റ്റ്യനിൽ A എന്ന് പറയുന്ന ആള് 2 gram ആണുള്ളത്. നോക്കൂ, A എന്ന ആള് 2 gram ആണുള്ളത്. അതേപോലെ പിന്നുള്ളത് വാട്ടർ ആണ്. വാട്ടർ എത്രയാ? 18 gram ആണ്. ഇതിൽ ഏതാണ് സോൾവെന്റ്, ഏതാണ് സൊല്യൂട്ട് എന്ന് മനസ്സിലാവൂലേ? കുറവാരാ? A ആണ്. മാസ് കുറവ് A ആയതുകൊണ്ട് A ആണ് ആര്? സൊല്യൂട്ട്. ഇതിന്റെ മാസ് പെർസെൻറ്റേജ് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ വാട്ടർ ആണ് ആര് വരിക? സോൾവെന്റ് വരിക. അങ്ങനെയാണെങ്കിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് A കാണുമ്പോൾ എങ്ങനെയാ നമ്മൾ കാണുക? മാസ് ഓഫ് A എത്രയാ? മാസ് ഓഫ് A വരുന്നത് 2 gram ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്രയാ? 18 + 2 gram ആണ് വരിക അല്ലേ? ഇൻറ്റു എത്രയാ? 100 വരും. ഈക്വൽ ടു നോക്കാം. അങ്ങനെയാണെങ്കിൽ 2 gram ഡിവൈഡഡ് ബൈ എത്രയാ? 20 gram ഇൻറ്റു 100. ഗ്രാം പോയില്ലേ? പോയി. അപ്പം നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഗ്രാമിലാണെങ്കിൽ ഇതും ഗ്രാമിലാവാൻ ശ്രദ്ധിക്കണം, എന്നാലേ കട്ട് ചെയ്ത് പോവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 10% അല്ലേ? ആണ്. അപ്പോൾ എയുടെ മാസ് പെർസെൻറ്റേജ് എത്രയാണ്? 10 ആണ്. അങ്ങനെയാണെങ്കിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ എത്രയായിരിക്കും? വാട്ടർ വരുന്നത് 90% ആയിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ കാണുക? ടോട്ടൽ മാസ് എത്രയാ? ടോട്ടൽ മാസ് ഓഫ് വാട്ടർ 18 ആണ്. ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100 എന്നാ വരിക. അപ്പോൾ 18/20 വരുമ്പോൾ ഈ 0 ഇവിടെ പോയി 9 × 10 ഈക്വൽ ടു 90%. ഇങ്ങനെയാണ് മാസ് പെർസെൻറ്റേജ് കാണുക. ഇത് വളരെ സിമ്പിളാണ്, ചോദിക്കാനുള്ള സാധ്യത കുറവുമാണ്. ഇനി നോക്കിയാൽ നിങ്ങൾ അടുത്തൊരു ക്വസ്റ്റ്യൻ. A solution contains 25% water, 25% ethanol and 50% acetic acid by mass. കണ്ട, അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് തരിക. അപ്പോൾ ആ തന്ന പെർസെൻറ്റേജുകൾ വോള്യൂം പെർസെൻറ്റേജ് ആണോ അതോ മാസ് പെർസെൻറ്റേജ് ആണോ? മാസ് പെർസെൻറ്റേജ് ആണ്. അങ്ങനെ പെർസെൻറ്റേജ് തന്നാൽ എങ്ങനെ നമ്മൾ അതിനെ മനസ്സിലാക്കണം എന്നും കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. നോക്കാം. കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പോണൻറ്റ്. ഓരോരുത്തരുടെയും മോൾ ഫ്രാക്ഷൻ കാണാനാണ് പറഞ്ഞത്. അത് നമുക്ക് നോക്കാം.
നോക്കൂ, അതിനു മുമ്പ് നിങ്ങളിവിടെ പുതുതായി കേട്ട കുറച്ച് ആളുകളുണ്ട്. ആരാ? എഥനോൾ. നമുക്ക് നോക്കാം ആരാണ് എഥനോൾ എന്നും ആരാണ് അസറ്റിക് ആസിഡ് എന്നും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാണ് ഇവിടുന്ന്. എഥനോൾ എന്ന് പറഞ്ഞാൽ C2H5OH ആണ്. ആരാ എഥനോൾ എന്ന് പറയുന്നത്? നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ 10th നിങ്ങൾ കേൾക്കാൻ സാധ്യത ഉണ്ടാവും അത് അല്ലേ. എഥനോൾ എന്ന് പറയുന്നത് C2H5OH ആണ്. അസറ്റിക് ആസിഡ് ആരാന്നറിയോ നിങ്ങൾക്ക്? അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് CH3COOH ആണ്. ഇതാണ് ആര്? അസറ്റിക് ആസിഡ് വരുന്നത് CH3COOH. നോക്കൂ, ഇതാണ് നമുക്ക് എഥനോള് അസറ്റിക് ആസിഡ്. അങ്ങനത്തെ ഒരു ഡാറ്റ ക്വസ്റ്റ്യൻ കിട്ടി. ഇനി നമുക്ക് പറഞ്ഞത് ഇതാണ് 25% വാട്ടറും 25% എഥനോളും 50% അസറ്റിക് ആസിഡും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷനിൽ 100 ഗ്രാം ഉണ്ട് എന്നർത്ഥം. ടോട്ടൽ മാസ് എത്രയാ? 100 ഗ്രാം ആണ്. അങ്ങനെ എടുത്തു ഞാൻ. അങ്ങനെയാണെങ്കിൽ അതിൽ വാട്ടർ എത്രയാ? വാട്ടർ വരുന്നത് 25 ഗ്രാം ആണ്. കാരണം 25%. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഥനോൾ വരുന്നത് എത്രയാ? 25% അല്ലേ? ആണ്. അപ്പൊ അത് എത്ര ഗ്രാമാ? 25 ഗ്രാം. അങ്ങനെയാണെങ്കിൽ അസറ്റിക് ആസിഡ് എത്രയാ? 50 ഗ്രാം. അതാണ് വരിക. അസറ്റിക് ആസിഡ് 50 ഗ്രാം ഉണ്ട്. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? മോൾ ഫ്രാക്ഷൻ ആണ് അല്ലേ. മോൾ ഫ്രാക്ഷന് 3 ആളുകളുണ്ട്. എ ബി സി ഉണ്ട്. അപ്പൊ എങ്ങനെയാ മോൾ ഫ്രാക്ഷൻ കാണുക? Na ഡിവൈഡഡ് ബൈ Na പ്ലസ് Nb പ്ലസ് Nc. ബിൻ്റെതോ Nb ഡിവൈഡഡ് ബൈ Na പ്ലസ് Nb പ്ലസ് Nc. അങ്ങനെയാ കാണുക. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കാണാൻ 3, 4, 5 എത്ര ആളായിക്കോട്ടെ, നമ്മൾ 2 പറഞ്ഞത് അല്ലേ. എത്ര ആളാണെങ്കിലും ആ രീതിയിൽ കണ്ടുപോവാം. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ കാണണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് വേണ്ടേ? എങ്ങനെയാ നമ്പർ ഓഫ് മോൾസ് കാണുക? നോക്കൂ, ആദ്യം നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. അപ്പോൾ ഗിവൺ മാസിന് ഞാൻ WW ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് വാട്ടർ കൊടുത്തു. എത്രയാ നമുക്ക് ഗിവൺ മാസ് ഉള്ളത്? 25 ഗ്രാം ആണ് വാട്ടർ. ഡിവൈഡഡ് ബൈ മോളാർ മാസ് എത്രയാ? 18 ഗ്രാം ആണ്. വാട്ടറിന്റെ മോളാർ മാസ് വരുന്നത് 18 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് 1.38 സംതിങ് വരും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കിട്ടി. നമുക്കതിന് സ്മോൾ n എഴുതാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഓക്കെ ആയില്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ കാണണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ നോക്കും ഈക്വൽ ടു given mass of C2H5OH divided by molar mass of C2H5OH ആണ്. ഈക്വൽ ടു given mass എത്രയാണ്? അത് നമുക്കറിയാം 25 ആണ്. ഡിവൈഡഡ് ബൈ മോളാർ മാസ് കാണണം. C2H5OH എത്ര കാർബണാ? 2. അപ്പോൾ 2 × 12 പ്ലസ് H5 ആ. അപ്പോൾ 5 × 1 പ്ലസ് OH O 1 × 16 പ്ലസ് H1 × 1 ഈക്വൽ ടു 24, 29, 16 ഉണ്ട്, 39, 45, 46 വരും. അപ്പോൾ നോക്കൂ, 46 ആണ് മോളിക്കുലാർ മാസ്. അങ്ങനെയാണെങ്കിൽ മോളാർ മാസ് എത്രയാ? മോളിക്കുലാർ മാസ് 46 ആണെങ്കിൽ മോളാർ മാസ് വരുന്നത് 46 ഗ്രാം അല്ലേ വരിക? ആ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് 0.5 സംതിങ് വരുമല്ലോ. 0.543 എന്നുള്ള രീതിയിൽ വരും. ഇതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ്
എത്തനോൾ വരുന്നത് 0.543. അപ്പോൾ നമുക്ക് 2 മോൾ ഫ്രാക്ഷൻസ് കിട്ടി അല്ലേ, മോളുകൾ കിട്ടി, നമ്പർ ഓഫ് മോൾസ്, വാട്ടറിൻ്റെതായി എത്തനോളിൻ്റെതായി. ഇനി നമുക്ക് ആരതും കൂടെ കാണാനുണ്ട്, അസറ്റിക് ആസിഡ് കാണാനുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് അസറ്റിക് ആസിഡ് ഈക്വൽ ടു given mass of acetic acid CH3COOH divided by molar mass of acetic acid equal to എത്രയാ given mass വരുന്നത്? given mass 50 gram divided by CH3 നോക്കിക്കട്ടാ, 12 + 3 15 + 12 വരുമ്പോൾ 27 പ്ലസ് 2 ഓക്സിജൻ വരുമ്പോൾ 32 ആണല്ലോ. അപ്പോൾ 27ഉം 32 വരുമ്പോൾ 59 + 1 60 വരും. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് 60 ഗ്രാമാണ്. CH3COOHൻ്റെ വരുന്നത് 24ഉം പിന്നെ ഒരു 4 28ഉം പിന്നെ 32ഉം കൂടെ 60 ഗ്രാം വരും. ഈക്വൽ ടു നോക്കാം നമുക്ക്, 5/6 അല്ലേ വരിക? ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു 5/6 വരുമ്പോൾ 0.5 നമുക്ക് 833. ഇതാണ് നമ്പർ ഓഫ് മോൾസ് കിട്ടുക. ഇപ്പോൾ ഓരോരുത്തരുടെയും നമ്പർ ഓഫ് മോൾസ് കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ കാണാം. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ് വരിക നോക്കിയാൽ, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 1.388 പ്ലസ് 0.543 പ്ലസ് 0.833 ഈക്വൽ ടു 684 അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 886, ഇവിടെ ഒന്നുണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ 4 9 17 അല്ലേ? ഈക്വൽ ടു ഇവിടെ വരുന്നത് 2.764 ആണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് വരിക. അങ്ങനെയാണെങ്കിൽ ഇനി മോൾ ഫ്രാക്ഷൻ കാണാം. ഖൈ എന്താ സിമ്പിൾ പറഞ്ഞിരുന്നത്? ഖൈ വാട്ടർ ഈക്വൽ ടു എത്രയാ? വാട്ടറിൻ്റെ വന്ന് 1.388 ഡിവൈഡഡ് ബൈ 2.764 നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഖൈ വാട്ടർ കിട്ടും. ഖൈ വാട്ടർ വരുന്നത് നോക്കാം നമുക്ക്. ഖൈ വാട്ടർ വരെ 1.38 അല്ലേ? ഇത് ഏകദേശം 13ഉം 27 പോലെയാണ്. അപ്പോൾ 0.502 ഏകദേശം വരുന്നുണ്ടാവും. നോക്കി നോക്കൂ കേട്ടോ, നമ്മൾ ചെയ്ത് നോക്കണം. ഇതാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ വരുന്നത്. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് ആര് വേണം? എത്തനോൾ കാണുകയാണെന്ന് കരുതുക. എത്രയാ എത്തനോളിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കിട്ടിയത്? എത്തനോളിൻ്റെത് നമുക്കിവിടെ വന്നതല്ലേ? ആ നോക്കാം. 0.543 ആണ് അല്ലേ? 0.543 ഡിവൈഡഡ് ബൈ അതന്നെയല്ലേ എത്തനോളിൻ്റെ വന്നേ? ആണ്. അപ്പോൾ 0.543 ഡിവൈഡഡ് ബൈ എത്രയാ? 2.764 ആണ്. ഈക്വൽ ടു നമുക്ക് വരുന്നത് നോക്കാം 0.196. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. 0.196. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഖൈ മോൾ ഫ്രാക്ഷൻ ഓഫ് ആര് വേണം? അസറ്റിക് ആസിഡ് വേണം. അസറ്റിക് ആസിഡിൻ്റെ മോൾ ഫ്രാക്ഷൻ കാണുമ്പോൾ എത്ര അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് വന്നത്? 0.833 ഡിവൈഡഡ് ബൈ 2.764 ആണ് വന്നത്. ഈക്വൽ ടു ഇത് വരുന്നത് എത്രയാവുമെന്നറിയോ? ഇതൊക്കെ പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം. ആ രീതിയിലുള്ള ആൻസർ ആയിരിക്കും. അപ്പോൾ അവിടെ 6 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 2 ഉണ്ടാവും. 9 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ടാവണം അല്ലേ? 0.501 വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് 0.1 ഉണ്ട്. അപ്പോൾ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ 0.3 നോക്കും. ഇതാണോ എന്ന് നോക്കി നോക്കണം കേട്ടോ. ഞാൻ ഏകദേശം എഴുതിയതാണ്. അപ്പോൾ 0.312 ഇത് ആഡ് ചെയ്താൽ 262. അവിടെ 1 വന്ന് അവിടെ വന്നാൽ അപ്പോൾ ഇവിടെ 0.302 ആയിരിക്കും. 0.302 ഇതാണ് മോൾ ഫ്രാക്ഷൻ വരിക. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാണേണ്ടി വന്നു,
അങ്ങനെ നമ്മൾ പിന്നെ എന്ത് ചെയ്തു, അവിടെ മാസ് പെർസെൻറ്റേജ് വന്നു, നമ്പർ ഓഫ് മോൾസ് വന്ന് മോൾ ഫ്രാക്ഷൻ കണ്ടു. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കാണാൻ ഇവിടെ നോക്കിയാൽ നമ്മൾ ഉപയോഗിച്ചത്, ഇവിടെ 3 ആളുകളുണ്ട്. കൈ എ ഈക്വൽ ടു NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB പ്ലസ് NC, ഈ രീതിയിലാണ് ഉണ്ടായത്. കൈ ബി ഒക്കെ പറയാം. അപ്പോൾ എത്ര ആളുകളുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, കണ്ടിട്ട് പോവാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി, ഏതാണ് മൊളാരിറ്റി ഓഫ് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. NaOH in the solution prepared by dissolving its 4 gram in enough water to form 250 ml of the solution. ഒന്ന് നോക്കിയാ, അരെ 4 ഗ്രാം എന്ന് പറയുന്നത് ഗിവൺ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്. NaOH ആണ് സൊല്യൂട്ട്. ഇനഫ് വാട്ടർ, കുറെ വാട്ടർ ഉണ്ടെങ്കിൽ അതാണല്ലോ സോൾവെന്റ്. അപ്പോൾ 4 gram ഓഫ് NaOH എന്ന് പറഞ്ഞാൽ അത് ഗിവൺ മാസ് ആണ്. ഗിവൺ മാസ് കിട്ടിയാൽ നമ്മൾക്ക് എന്തെങ്കിലും കാണാൻ വകുപ്പുണ്ടോ? ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കിട്ടും. അതിന് NaOHന്റെ മോളാർ മാസ് കാണണം, നമുക്ക് കണ്ടുപിടിക്കാം. ഇനി സൊല്യൂഷൻ്റെ വോള്യം തന്നിട്ടുണ്ട്, എത്രയാ? 250 ml ആണ്. അപ്പോൾ അത് മില്ലി ലിറ്ററിലാ തന്ന്, ലിറ്ററിലാണോ മില്ലി ലിറ്ററിലാണോ എന്ന് നോക്കണം. അപ്പോൾ നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആദ്യം NaOH ആണ് നമ്മുടെ സൊല്യൂട്ട് വരുന്നത്. അപ്പോൾ NaOH എന്ന് പറയുമ്പോൾ അതിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാ? 23 പ്ലസ് 16 പ്ലസ് 1 ഈക്വൽ എത്രയാ? 40 ആണ്. അപ്പോൾ മോളാർ മാസ് എത്രയാ? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു 40 gram ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടോ സ്മോൾ NB അല്ലേ? NB ഈക്വൽ ടു കാണുന്നതിന് മുമ്പ് നമുക്ക് ഗിവൺ മാസ് വേണം. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു 4 gram. അങ്ങനെയാണെങ്കിൽ നമുക്ക് വോള്യം ഓഫ് ദ സൊല്യൂഷൻ തന്നിട്ടുണ്ട്, എത്രയാ? 250 മില്ലി ലിറ്റർ ആണ്. മൊളാരിറ്റി കണ്ടൂടെ? കാണാം. എന്താ മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് സോൾവെന്റ് ഇൻ മില്ലി ലിറ്റർ അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം. WB എത്രയാ? 4 ഡിവൈഡഡ് ബൈ എത്രയാ? 40 ഇൻറ്റു എത്രയാ? 1000 ഡിവൈഡഡ് ബൈ എത്രയാ? 250. അങ്ങനെയാണെങ്കിൽ ഇത് പോയി 100ഉം നമുക്ക് 25 കൂടെ കട്ട് ചെയ്താൽ 4 ആണ്. അപ്പോൾ നമുക്ക് വരുന്നത് ഒരു 4ഉം ഇവിടുന്ന് പോകും. അങ്ങനെയാണെങ്കിൽ 4/10 ഈക്വൽ ടു എത്രയാ? 0.4. 0.4 മോളാർ അല്ലെങ്കിൽ 0.4 മോൾ പെർ ലിറ്റർ. എന്താ യൂണിറ്റ് വരിക? മോൾ പെർ ലിറ്റർ. എത്ര മോൾസ് ആണ് ഒരു ലിറ്ററിൽ, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 0.4 മോൾ പെർ ലിറ്റർ, ഇതാണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ടേംസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇക്വേഷൻസും എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന ഒരു വിധമൊക്കെ മനസ്സിലാക്കാം കേട്ടോ. ഇതാണ് കോൺസെൻട്രേഷൻ ടേംസുകൾ വരുന്നത്.